ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കോഫി പുഡിങ്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. ഈസി ആൻഡ് ടേസ്റ്റി പുഡിങ്ങാണ്. നമുക്കൊന്ന് നോക്കാം, കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതിന് വേണ്ട ചേരുവകൾ നമുക്ക് നോക്കാം. 1/2 ലിറ്റർ പാല്, 1/4 കപ്പ് കോൺഫ്ലോർ, 1/3 കപ്പ് പഞ്ചസാര. അത് ഞാൻ 1/3 കപ്പ് ഇങ്ങനെ നിറയെയാണ് എടുത്തിരിക്കുന്നത്. കൂമ്പാര, 3.5 ടീസ്പൂൺ കോഫി പൗഡർ. ഇത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇനി നമുക്ക് ആ കോൺഫ്ലോറിലേക്ക് അല്പം പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം പാലിലേക്ക് നമ്മുടെ കോൺഫ്ലോർ. കട്ടയൊന്നുമില്ല, നന്നായിട്ട് പാലിൽ ലയിച്ചിട്ടുണ്ട് കോൺഫ്ലോർ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലൊന്ന് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് നല്ല മധുരമുണ്ട്. ഇനി നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഈ 3.5 ടീസ്പൂൺ ഇടുമ്പോൾ നല്ല കോഫിയുടെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കോഫിയുടെ ടേസ്റ്റ് വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ 3.5 ടീസ്പൂൺ എടുത്തത്. ഇനി അത് അത്രയും തന്നെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു 3 ടീസ്പൂൺ ആയാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കോഫി പൗഡറൊക്കെ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറവോ കൂടുതലൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലോറും കൂടെ അങ്ങോട്ട് ഒഴിച്ചു. പാലിലേക്ക് നമ്മൾ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ഒഴിക്കുന്ന അന്നേരം തന്നെ ഇത് കുറുകാൻ തുടങ്ങും. കാരണം പാല് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചത്. ഇനി കൈയെടുക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഇത് ഏകദേശമായിട്ടുണ്ട്. ഞാനത് സ്റ്റൗവിൽ നിന്ന് താഴോട്ട് ഇറക്കി വെച്ച് കുറച്ച് നേരം കൊണ്ടൊന്ന് ഇളക്കുക. ഇത് ചൂടോടെ തന്നെ നമുക്ക് ബൗളിലേക്ക് മാറ്റണം. ബൗളൊന്ന് എണ്ണ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്കിനി ഒഴിച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 1.5-2 മണിക്കൂർ ആകുമ്പോഴത്തേന് ആകും. ഇനി പെട്ടെന്ന് വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാലും മതി. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ കോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലോറിന് പകരം മൈദ ചേർത്താലും മതി.